Okay, sorry for the inconvenience caused. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രോബബിലിറ്റി മെത്തേഡാണ്. പ്രോബബിലിറ്റി എന്ന മെത്തേഡിൽ പിയും ക്യൂവും എന്നതാണ് ഞാൻ പറഞ്ഞത്. പി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A1, അത് പ്ലെയർ എനെ പി ആയിട്ടും പ്ലെയർ ബിനെ ക്യൂ ആയിട്ടും ഞാൻ ഡിറ്റർമൈൻ ചെയ്തു. പ്ലെയർ എയുടെ പ്രോബബിലിറ്റി പിയും A1ൻ്റെ പ്രോബിലിറ്റി പിയും A2ൻ്റെ പ്രോബിലിറ്റി 1 - പിയും പ്ലെയർ ബിയുടെ B1ൻ്റെ ഇത് ക്യൂവും B2ൻ്റെ 1 - ക്യൂ ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തു എന്ന് വിചാരിച്ചു. സോ അവിടെ നിന്ന് ഞാൻ പിയുടെയും ക്യൂയുടെയും ഇക്വേഷൻ ഉണ്ടാക്കുമായിരുന്നു. പിയുടെ ഇക്വേഷൻ D - C ഡിവൈഡഡ് ബൈ A + D - B + C. ക്യൂവിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D - B ഡിവൈഡഡ് ബൈ A + D - B + C. Same equation. Then value of the game. V is equal to AD, നോക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യാം, ഒന്നുമില്ല, AD - BC the whole divided by A + D - B + C. കണ്ടോ, AD - BC ഡിവൈഡഡ് ബൈ A + D - B + C. സോ പിയുടെ ഇക്വേഷൻ D - C ഡിവൈഡഡ് ബൈ A + D - B + C. Qയുടെ equation D - B divided by A + D - B + C. Then the value of the game has been calculated by V, representing V is equal to AD - BC the whole divided by A + D - B + C. ഈ മൂന്ന് ഇക്വേഷനും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം എപ്പോഴും. സോ ഇപ്പം ഞാൻ ഇക്വേഷൻ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോ. ഫൈൻഡ് P, Q ആൻഡ് V ഫ്രം ദ ഫോളോയിങ്. ഇന്ന മെത്തേഡാണെന്ന് ഒരിക്കലും പറയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ഗെയിം തിയറി എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം. ഇപ്പോൾ 2/2 ആണെങ്കിൽ അപ്പം തന്നെ സാഡിൽ പോയിന്റ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. A B ചെയ്യുകയെന്ന് വെച്ചോ. -2 -1 2 -3 ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതാണ്. ഇത് എയും ഇത് ബിയും ഇത് സിയും ഇത് ഡിയും ആണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. A B C D നിങ്ങളുടെ ഊഹിച്ചോണം. A B C D കേട്ടോ. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് അറിയാൻ വേണ്ടി കാണിച്ചിടാം. ഒന്നും കൂടി എടുത്ത് 2 -1 2 -3 ഇത് A B C D കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ റോ മിനിമം കാണുക, കോളം മാക്സിമം കാണാം. റോ മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 -3, കോളം മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 -1 -3യുടെ മാക്സിമം -1. സോ മാക്സിമിൻ എടുക്കുക. ദാറ്റ് മീൻസ് മാക്സിമം ഓഫ് റോ മിനിമം എടുക്കുക. മാക്സിമം ഓഫ് റോ മിനിമം എന്ന് പറഞ്ഞാൽ റോ മിനിമത്തിൻ്റെ മാക്സിമം എന്ന് വെച്ചാൽ -1. ദെൻ മിനി മാക്സ് എടുക്കുക. മിനിമം ഓഫ് കോളം മാക്സിമം. കോളം മാക്സിമത്തിൽ മിനിമം എന്ന് പറയുമ്പോൾ ഇതാ ഇതെടുത്തു. സോ നോക്കിക്കേ, ഇവിടെ രണ്ടെടുത്തുനിന്നും ഇത് വന്നിട്ടുണ്ട്. സോ സാഡിൽ പോയിന്റ് ഉണ്ട്. സോ സാഡിൽ പോയിന്റ്. അപ്പോൾ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താ പറയും. സോ സാഡിൽ പോയിന്റ് എവിടെയായിട്ട് വന്നേക്കണേ? A1 B2 സാഡിൽ പോയിന്റ് ഉണ്ട്. വാല്യൂ ഓഫ് ദ ഗെയിം V എന്ന് പറയുന്നത് എന്തായി? -1 ആണെന്ന് പറഞ്ഞിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുക. കണ്ടോ? അപ്പോൾ ഇവിടെ പിയും ക്യൂവും V ഒന്നും കണ്ടുപിടിക്കാനില്ല. ഇനിയിപ്പോൾ ഇവർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പിയും വിയും ക്യൂവും കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഇട്ട് അങ്ങ് ചെയ്തും കൂടി വെച്ചേക്കാം കണ്ടുപിടിക്കുന്ന രീതിയിൽ. പ്രോബബിലിറ്റി മെത്തേഡാണ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ട. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത് നോക്കട്ടെ കേട്ടോ. സാഡിൽ പോയിന്റ് ഇല്ലാതെ വരുമെന്ന് നോക്കട്ടെ കേട്ടോ. ഇതിട്ട് സോ പ്ലെയർ, എനിക്ക് സാഡിൽ പോയിന്റ് ഇല്ലാത്ത കാണിച്ചു തന്നാലോ. ദെൻ പ്ലെയർ B, A1 A2 B1 B2 3 5 4 1. സോ 3 5 4 1 എടുത്തു. റോ മിനിമം
കോളം മാക്സിമം. റോ മിനിമം എന്ന് പറയുമ്പോഴത്തേക്കും 3 1 4 5. ദെൻ മാക്സിമിൻ എടുക്കുകയാണ്. സോ മാക്സിമം ഓഫ് റോ മിനിമം. റോ മിനിമത്തിൻ്റെ മാക്സിമം എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായി 3. മാക്സ് മിനിമം ഓഫ് കോളം മാക്സ്. മിനിമം ഓഫ് കോളം എന്ന് പറയുമ്പോൾ 4. സോ 3ഉം 4ഉം ഒരു ബന്ധമില്ല. സോ മാക്സിമിൻ നോട്ട് ഈക്വൽ ടു മിനിമാക്സ്. കണ്ടോ? ദെർഫോർ നോ സാഡിൽ പോയിന്റ്. ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ ഇനി വേണം, അപ്പോൾ നോക്കാം. 2x2 മെട്രിക്സ് ആണ്, പ്രോബബിലിറ്റി ആണെന്ന് മനസ്സിലായി. സോ അപ്പോൾ തന്നെ എഴുതി കൊടുക്കുക. ദെർഫോർ പ്രോബബിലിറ്റി ഫോർ പ്ലെയർ A1 യൂസിങ് സ്ട്രാറ്റജി പ്ലെയർ A യൂസിങ് സ്ട്രാറ്റജി A1 as Pയും പ്രോബബിലിറ്റി ഓഫ് പ്ലെയർ A using strategy A2 as 1 minus Pയും. Then probability for player B using strategy B1 as Q, B2 as 1 minus Q ആയിട്ട് എടുത്തു. കണ്ടോ? മനസ്സിലായോ? മനസ്സിലായോ? ദാറ്റ് ഈസ് P1 മൈനസ് P Q1 മൈനസ് Q. ഇതൊന്നും എഴുതണമെന്നില്ല, ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതുന്നുള്ളൂ. 4 1. ദാറ്റ് ഈസ് A B C D. ഒന്നും ചെയ്യാനില്ല, നമുക്കറിയാം ഇക്വേഷൻ. P ഇസ് ഈക്വൽ ടു D മൈനസ് C ഡിവൈഡഡ് ബൈ A പ്ലസ് D മൈനസ് B പ്ലസ് C. ദാറ്റ് ഈസ് ഡിയുടെ വാല്യൂ ഏതവിടെ? ഇതാണ് A B C D. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് 4 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1 മൈനസ് 5 പ്ലസ് 4 ഈക്വൽ ടു മൈനസ് 3 ബൈ 4 മൈനസ് 9. That means minus 3 by minus 5. രണ്ടിടത്തും കോമൺ മൈനസ് ആയതുകൊണ്ട് 3 by 5. കണ്ടോ? ഇനി ക്യൂവിൻ്റെ എടുക്കുക. D മൈനസ് B ഡിവൈഡഡ് ബൈ A പ്ലസ് D മൈനസ് B പ്ലസ് C. സോ D എന്ന് പറയുമ്പോഴത്തേക്കും 1 മൈനസ് 5 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1 മൈനസ് 5 പ്ലസ് 4 ഈക്വൽ ടു മൈനസ് 4 ബൈ മൈനസ് 5 is equal to 4 by 5. Therefore 1 minus P എന്ന് പറഞ്ഞാൽ Pയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. 1 മൈനസ് 3 by 5 is equal to 2 by 5. ചെയ്ത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചിടാം. 1 മൈനസ് 3 by 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? എൽസിയം വെച്ച് ദാറ്റ് ഈസ് 5 മൈനസ് 3 by 5. ദാറ്റ് മീൻസ് 2 by 5. ഉണ്ടോ? ഇനി 1 മൈനസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് 4 ബൈ 5 ഇസ് ഈക്വൽ ടു 1 ബൈ 5. അതും ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കാം. 1 മൈനസ് 4 ബൈ 5. സോ 5നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 മൈനസ് 4 ബൈ 5 ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കേട്ടോ ഇത്. സോ 1 മൈനസ് 5 ഉണ്ടോ? സോ പിയും കിട്ടി, ക്യൂവും കിട്ടി, 1 മൈനസ് പിയും കിട്ടി, 1 മൈനസ് ക്യൂവും കിട്ടി. ദെയർഫോർ വാല്യൂ ഓഫ് ഗെയിം വി ഈക്വൽ ടു ഈയുടെ ഇക്വേഷൻ എന്നായിരുന്നു? AD മൈനസ് BC ദ ഹോൾ ഡിവൈഡഡ് ബൈ A പ്ലസ് D മൈനസ് B പ്ലസ് C. സോ AD എന്ന് പറയുമ്പോഴത്തേക്കും എന്തായി? 3 into 1 minus 5 into 4. 5 into 4 the whole divided by 3 plus 1 minus 5 plus 4. So 3 into 1 3 plus minus 20
divided by 4 minus 9. So equal to minus 17 by minus 5 equal to 17 by 5. കണ്ടോ? അപ്പോൾ എടുത്ത് എഴുതാം. എന്താണ് എ സ്ട്രാറ്റജി P1 മൈനസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു വാല്യൂ? 3/5 2/5. ബി സ്ട്രാറ്റജി Q1 മൈനസ് Q ഈക്വൽ ടു എന്തൊക്കെയായിരുന്നു? 4/5 1/5. വാല്യൂ ഓഫ് ഗെയിം വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17/5. ഇത്രയാണ് പ്രോബബിലിറ്റി തിയറി വെച്ച് ചെയ്യേണ്ട മെത്തേഡ്. മനസ്സിലായോ പ്രോബ്ലം? ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. വേറെ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, ട്രൈ ചെയ്ത് നോക്കാം.